ഇന്നത്തെ ഒരു പ്രധാന വാർത്തയാണ്. നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചെന്നറിയില്ല, എല്ലാ വാർത്താ ചാനലിലും ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. അതിന് വയനാട് നടന്ന സംഭവം ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, വലിയ സംഭവങ്ങളൊന്നും ആയിട്ടില്ല. അതായത് വയനാട് ഒരു 16 വയസ്സുകാരി ആത്മഹത്യ ചെയ്തത് അതിൻ്റെ റീസൺ പറയുന്നത് കുട്ടിക്ക് സ്കൂളിൽ കൗൺസിലിംഗ് നടന്ന സമയത്ത് ഇതുപോലെ 14-15 വയസ്സ് ആ കാലയളവിൽ പീഡനം നടന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നിട്ട് സ്കൂളുകാർ കൗൺസിലിംഗ് കൊടുത്തു, സ്കൂളിലെ കൗൺസിലറാണ് കണ്ടുപിടിച്ചെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ കൊച്ചിപ്പോൾ ആത്മഹത്യ ചെയ്തത് വേറെ ഒന്നും ഉണ്ടല്ല. ഇപ്പോൾ കൊച്ചിന് ഈ പറഞ്ഞ എല്ലാവരും അറിഞ്ഞു, പക്ഷെ കൊച്ചിനൊരു സുരക്ഷിതത്വം നമ്മുടെ സംവിധാനം ഏർപ്പെടുത്തിയില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സിസ്റ്റം ശരിയല്ല, അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ അത് ഉണ്ടാവും. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇപ്പം നമ്മളെല്ലാവരും ഈ സെക്സ്, ഞാനൊരു വീഡിയോ ഒരു ഡോക്ടറിൻ്റെ വീഡിയോ ആണ്. നമ്മൾ മെയിൻലി ഒരു പ്രശ്നം സെക്സ് എന്ന് പറഞ്ഞ കാര്യത്തെ പേരൻ്റ് ആണെങ്കിൽ പോലും ഇപ്പം നമ്മുടെ കുട്ടിയോട് സെക്സിനെ കുറിച്ച് പറയാൻ നമ്മൾ ഓക്കെയാണ്. അതായത് സെക്സ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെയാണ്, ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട്, അത് ഇന്ന സമയത്ത് ചെയ്യുന്നതാണ്, ഇത് നമുക്ക് ലൈഫിൽ വരുന്ന ഒരു കാര്യമാണ്, അങ്ങനെ വളരെ ഓപ്പൺ ആയിട്ട് പറയാൻ നമ്മൾ പേരൻസ് ഓക്കെയാണോ? അല്ല, അത് ഓക്കെ ഇല്ല. കാരണം പണ്ടുള്ള ആൾക്കാരും ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത കാലങ്ങളായിരുന്നു. പക്ഷെ ഇപ്പൊ നിലവിൽ എല്ലാവർക്കും അറിയാം. പക്ഷെ അപ്പോഴും ഇപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മളൊരു നമ്മൾ അതിനെ കാണുമ്പോൾ അത് കുട്ടികൾ എങ്ങനെ അതിനെ എടുക്കും എന്നതിനെ കുറിച്ച് ഓർത്തുള്ള ടെൻഷനാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയും. ഇപ്പോൾ ഒരു 14-15 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് എന്ത് പറ്റും? നമ്മളൊരു 13 വയസ്സ് കഴിയുമ്പോൾ കുട്ടികളൊക്കെ എന്ത് ചെയ്യും? മച്ചുവറാവും, അല്ലേ? നമ്മുടെ ശരീരത്തിലെ ചേഞ്ചസുകളൊക്കെ വരും. കുട്ടികൾ, അതായത് ഇപ്പം നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? സെർച്ച് ചെയ്യൂല്ലേ? ഇപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും വിരൽത്തുമ്പിലാണ്, അല്ലേ? ഫോൺ തൊട്ട് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും, ഇല്ലേ? പറ്റൂല്ല. അപ്പം ആ സാധനത്തില് നമ്മള്, അതായത് ഇവർ എവിടെയും തേടിപ്പോയി എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കുന്നതാണോ, നമ്മൾ അതിനെ കുറിച്ച് വളരെ കാര്യമായി പറഞ്ഞ് മനസ്സിലാക്കുന്നതാണോ ശരി? അതെല്ലാം ഓക്കെ. പക്ഷെ ഇപ്പൊ ഇവിടെ നടന്ന സംഭവം എന്ന് പറയുന്നത്, അത് ആ കുഞ്ഞ് അച്ഛൻ്റെ കൂടെ നിന്നത്, അമ്മയില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ സിസ്റ്റം കുറച്ച് എന്ത് ചെയ്യണം, കൂടുതലായിട്ട് അത് ഫോക്കസ് ചെയ്യണമായിരുന്നു. കാരണം ഈ പറഞ്ഞ സെക്സ് എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കണം, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഇതെല്ലാം ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. എങ്കിലും ഒരു സംഭവം, ഒരു ഇഷ്യൂ നടന്നത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ആർക്കറിഞ്ഞൂടാ. ഞാൻ ചോദിക്കട്ടെ, സിസ്റ്റം എല്ലാത്തിനും കയറി നമ്മള് ഒരുതിനെ ചായക്കുന്നേക്കാൾ നല്ലത് ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ എനിക്ക് നടന്നു പോയില്ലേ? ഞാൻ ചോദിക്കുന്നത് നമ്മുടെ തരത്ത് തന്നെ, അതായത് നമുക്ക് തന്നെ തീർക്കാൻ പറ്റുന്ന ഒരു കാര്യത്തെ ഇപ്പം ആ പേരന്റ് വൈകിയായിരിക്കും വരുന്നത്. നമ്മളുടെ മനസ്സിലുണ്ടാവണം, എൻ്റെ കുട്ടി പ്രായപൂർത്തിയായി. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, ചിലപ്പോൾ സ്വന്തം അമ്മ വരെ മക്കൾക്ക്, അതായത് അവരുടെ സുഖത്തിന് വേണ്ടിയിട്ട് മക്കളെ ചേർത്ത് കൊടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നുമുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ നമ്മളപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പം അതിനകത്ത് ഇപ്പം എത്രത്തോളം ഗ്രാൻഡ് പേരൻസിനെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിനൊക്കെയാണ് ഫുൾ സിസ്റ്റവും ശരിയാണ്, അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇപ്പം അത് അതിൻ്റെ ഭാഗമായിട്ടാണ് സ്കൂൾ കൗൺസിലിങ്, സ്കൂളിൽ ഇതിൻ്റെ അകത്തൊക്കെയുള്ള പരിപാടികളൊക്കെ വരുന്നത്. അപ്പം നമ്മളിപ്പം ഈ ഒരു 50 കുട്ടികൾ ഉള്ളിടത്തുനിന്ന് അതിനെ ഇങ്ങനെ ടേപ്പർ ചെയ്ത്, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് ഈ പറഞ്ഞ ബാക്കിയുള്ളത്. ബാക്കി എല്ലാവരും ഫാമിലി ഇൻവോൾവിങ് ആയിരിക്കും, ഫാമിലി അറ്റാച്ച്ഡ് ആയിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്കാണ് ഞാൻ ഇത് ചെയ്യുന്നത്. മറ്റേ ബാക്കി ഈ പറഞ്ഞ പോലെ മൃഗീയമായി ചിന്തിക്കുന്ന ആൾക്കാർ വേറെ ഉണ്ട്. അതായത് സ്വന്തം മോളെ പോലും പീഡിപ്പിക്കാൻ വിസമ്മതം കാണിക്കാത്ത അപ്പന്മാരും ഉണ്ട് ഇല്ലേ ഈ ലോകത്ത്. അപ്പം അതുകൊണ്ട് അവിടെ പോകുന്നില്ല, അതൊരു 1% അതല്ലാതെ ബാക്കിയുള്ള 99% പേരൻസ് എന്ന് പറഞ്ഞാൽ മക്കൾ എന്നൊരു ഇതിനെ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ പറയാം 50 കുട്ടികൾ ഒരുമിച്ചിരിക്കുന്നിടത്ത് ആ 50 കുട്ടികളെ നോക്കുന്നതാണോ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന ഒരു കുട്ടിയെ നോക്കുന്നതാണോ എളുപ്പം? അല്ലെ, ഒരു കുട്ടിയെ നോക്കുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എൻ്റെ കുട്ടി ഒരു 10 വയസ്സ് കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ആപ്പായിട്ട്, അതായത് ഇതിനെ ഇപ്പം നമ്മളിപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ നമ്മുടെ അപ്പനും അമ്മയും ഒരുമിച്ചിരുന്ന ഒരു കെട്ടിപ്പിടിക്കാനായിട്ട് അല്ലെങ്കിൽ ഉമ്മ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിള്ളേർ തമ്മിൽ ഹൈഡ് ചെയ്യുന്നു. അങ്ങനെ ഹൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്കത് എന്താണ്, അല്ല അത് എന്താണെന്നുള്ളത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി വരും. അവിടെ നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു അതായത് നമ്മുടെ സിസ്റ്റത്തെ ഫുൾ, അതായത് ഓൾറെഡി ഇപ്പം UK പിള്ളേരെല്ലാം പുറത്തോട്ട് പോകാൻ വേണ്ടി, അതായത് എല്ലാ കാര്യങ്ങളും
വേറെ ലൈഫുമായിട്ട്, അതായത് പുറത്തെ ലൈഫുമായിട്ട് അവർ ഭയങ്കരമായിട്ട് അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ കുട്ടികളെ ശ്രദ്ധിച്ചാൽ വേണ്ടി മതി, പിള്ളേർ കൊറിയൻ സ്റ്റൈലായിട്ടുള്ള ഡ്രസ്സുകൾ ഇടുന്നു, അവർ ആ ഒരു ലൈഫിനെ അവർ മാറ്റുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇപ്പൊ ഈ പറഞ്ഞ പോലെ സ്കൂളിലാണെങ്കിലും കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഒക്കെ അങ്ങനെയുള്ളതായിരിക്കും. അപ്പൊ നമ്മൾ പറയണത്, നമ്മൾ വീട്ടിലാണിത് കൊടുക്കേണ്ടത്. അവർ കൂടുതൽ സംസാരിക്കുന്നത് ആടുത്തായിരിക്കും, കൂട്ടുകാരടുത്തായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ കൂട്ടുകാരാകാൻ ശ്രമിക്കുക മാക്സിമം. നമ്മളപ്പോൾ പറയേണ്ട കാര്യങ്ങൾ, അതുപോലെ സ്കൂളിലും സെക്സ് എഡ്യൂക്കേഷൻ മാക്സിമം നല്ല രീതിയിൽ കൊടുക്കാൻ തന്നെ ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ പറഞ്ഞതെല്ലാം ഓക്കെയാണ്. പക്ഷെ ഇവിടെ സംഭവിച്ച കാര്യം ഇതാണ്. കാരണം സ്കൂളില് സെക്സ് എഡ്യൂക്കേഷൻ കൊടുത്തത് ശരിയല്ല, അത് അവർ ഹാൻഡിൽ ചെയ്തത് ശരിയല്ല എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. നമ്മളൊരു സ്കൂളിൽ, ഞാൻ സ്കൂളെന്ന് പറയുന്നത് നമ്മൾ അത് സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് LKG, അത് ലാസ്റ്റ്, അതായത് LP സ്കൂളാണ്. LP സ്കൂളില് അപ്പൊ നമ്മൾ നോക്കിയാൽ എത്ര വയസ്സുള്ള കുട്ടികൾ വരെ ഉണ്ടാവും LP സ്കൂളിൽ? മാക്സിമം പോയി കഴിഞ്ഞാൽ 10 വയസ്സ് വരെ അല്ലെ, 10 വയസ്സ് വരെ ഉണ്ടാവും നമ്മള്. അതായത് നമുക്ക് ഒട്ടും ആ കുട്ടി അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. അതായത് 10 വയസ്സൊന്നും പറയാൻ പറ്റില്ല, ഒരു 8 വയസ്സ് വരെ, അല്ലെങ്കിൽ 9 വയസ്സ് വരെ, പോട്ടെ 10 വയസ്സ് വരെ. ഈ 10 വയസ്സ് വരെയുള്ള കുട്ടി, ആ കുട്ടി ഈ പറഞ്ഞ പോലെ ഒരു അൺയൂഷ്വലായി കാണുമ്പോൾ നമ്മളടുത്ത് മേഡം പറയുന്നുണ്ട് അങ്ങനെ കുട്ടി കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും നമുക്ക് തന്നെ ആ കുട്ടി അങ്ങനെ, പക്ഷെ നമ്മൾ ആ കുട്ടീനെ ഇത് ചെയ്യണം, എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അവരുടെ വീട്ടിൽ പോയി സംസാരിക്കണം. ചിലപ്പോൾ ഈ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു കാര്യം നമ്മൾ വീട്ടിലേക്ക് പോയി പറയുമ്പോൾ, അതായത് ഒരു നമ്മൾ വീട്ടിലേക്ക് പോയി പറയുന്നത് നമ്മൾ പബ്ലിക്കിന് മുന്നേ അറിയിക്കാൻ വേണ്ടിയല്ല നമ്മൾ വീട്ടിലോട്ട് പോയി പറയണത്. അപ്പൊ വീട്ടിൽ പറയുമ്പം നമ്മൾ പേരൻസ് ഒരു കാര്യം ചിന്തിക്കണം. നമ്മളൊരു കാര്യം പറയുമ്പം അതിനെ ഏത് രീതിയിൽ, അതിനെ ഇമോഷണലി കുട്ടീനെ നീ എന്തിനാ അവിടെ പോയി പറയാൻ വേണ്ടി പോയേ, ഇല്ലേ? അവരെ ടോർച്ചർ ചെയ്യുന്ന രീതിയിലാകുമ്പോഴാണ് അവരുടെ മാനസിക നില. നീ എന്തിനാണ് അവരെ പോയി പറഞ്ഞത്? നീ ഇത് പറഞ്ഞുകൊണ്ട് ഇപ്പൊ നമുക്ക് നാട്ടിൽ പുറത്തിറങ്ങി നടക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? നീ അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ? നീ ചെയ്തത് ശരിയായില്ല. അപ്പൊ ആ കുട്ടി എങ്ങനെ പ്രതികരിക്കും? ഇപ്പം ഈ ഒരു കാര്യത്തിന് തന്നെ നമ്മൾ നോക്കുമ്പോൾ അതൊരു 15 വയസ്സായ കുട്ടിയാണ്. അപ്പൊ എല്ലാവരും ഓർക്കും ഇതെല്ലാം അറിയാവുന്ന കുട്ടിയാണ്, ഇത് ഇത്രയും നാളുമായിട്ട് അറിഞ്ഞില്ലാത്തതുകൊണ്ട് അതെന്ന് പറഞ്ഞാൽ എന്തായാലും വിശ്വസനീയമല്ല. ഇത്രയും നാളും എന്ന് പറയുമ്പം അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചറോ അല്ലെങ്കിൽ അതായത് ഓൾറെഡി ഒരു സിംഗിൾ ഫാദറിന്റെ കൂടെയാണ് കുട്ടി നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ അതിപ്പോ സ്കൂളിൽ അറിയാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു അധ്യാപകർ നേരത്തെ കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ ഈ അവസാന നിമിഷം കൗൺസിലർ വരിക, അത് എത്രയും പെട്ടെന്ന് വീട്ടിൽ അറിയിക്കുക, എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലോട്ട് അറിയിക്കുക, എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ അറിഞ്ഞു മറ്റുള്ളവർ അറിയുന്നു എന്ന് കണ്ടപ്പോഴാണ് കുട്ടിക്ക് ടെൻഷനായത്. ഇനി ഇതെല്ലാം അറിഞ്ഞു, ഓക്കെ, ഇതെല്ലാം സംഭവമായിട്ടും ആ കുട്ടിയെ സുരക്ഷിതമായിട്ട് നിർത്താൻ പറ്റണമായിരുന്നു. ഇപ്പൊ ഒരു സ്ഥലത്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ വീണ്ടും അവിടെ തന്നെ കൊണ്ട് കുട്ടിയെ ഒറ്റയ്ക്ക് വിടുക, എന്നിട്ട് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്യുക. പെട്ടെന്നാകുമ്പോൾ ആരായാലും ഒന്ന് പാനിക്കാവും. അതും ഈ പറഞ്ഞു കൊടുക്കാൻ വീട്ടിലെ ഫാമിലി ചിലപ്പം അമ്മയില്ല, ഇപ്പൊ അച്ഛനുണ്ട്. അതും പീഡനത്തിന് ഇരയായത് ഒരു ബന്ധുവിൽ നിന്നുകൂടെ എന്നാണ് ന്യൂസിൽ പറഞ്ഞത്. ഒരു ബന്ധുവും അയൽവാസി എന്നാ പറഞ്ഞത്. അപ്പൊ വീണ്ടും സുരക്ഷിതമില്ലാത്തൊരു സ്ഥലത്ത് തന്നെ വീണ്ടും കുട്ടിയെ കൊണ്ട് നിർത്തി. അപ്പൊ പക്ഷെ ഉറപ്പിക്കാൻ വേണ്ടി, കാരണം അവർ TRP കൂട്ടാൻ വേണ്ടിട്ട് പല കാര്യങ്ങളും വളച്ചൊടിക്കും. അതുകൊണ്ട് മുഴുവൻ കാര്യം നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റില്ല. ചിലപ്പോൾ അവർ ഇതെല്ലാം ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കുട്ടിയുടെ ഇത് കൊണ്ടായിരിക്കും പറ്റും. ഞാൻ പക്ഷെ ആ ഇത് കേസ് പോട്ടെ, ഇനി വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒറ്റ കാര്യമുള്ളൂ. നമ്മളെല്ലാരും ഒരു സമൂഹ ജീവിയാണ്. അതായത് നമ്മള് ഒരു ഇതിട്ട് പറയുന്ന വെച്ചാൽ നമ്മൾ സമൂഹ ജീവിയാണ്. നമുക്ക് എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്വമുണ്ട് എല്ലാ കാര്യങ്ങൾക്കും, അല്ലേ? നമ്മളിപ്പം അതായത് ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയി ഒറ്റയ്ക്ക് എനിക്ക് എത്രത്തോളം സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മളൊരു സമൂഹ ജീവി ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ആളുടെ ഹെൽപ്പ് എന്തായാലും വേണ്ടി വരും, ഇല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്റെ കുട്ടിക്കല്ല എന്ന് ചിന്തിച്ചല്ല ഒരു കാര്യം ചെയ്യേണ്ടത്. എല്ലാരും എന്റെ കുട്ടിയാണ്, അല്ലേ? അപ്പൊ നമ്മളിപ്പം ഈ കുട്ടി ഒറ്റയ്ക്ക് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ തൊട്ടടുത്ത് ചിലപ്പം അയൽക്കാരുണ്ടാവും, ഒരു സ്ത്രീ അവിടെ ഉണ്ടാവില്ലേ? ഏതൊരു വീട്ടിലൊരു സ്ത്രീ ഉണ്ടാവും. അപ്പൊ ആ അമ്മ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന അത്രേ ഉള്ളൂ. അപ്പം അൺയൂഷ്വൽ ആയിട്ട് കാണുമ്പോൾ ആ കുട്ടിയോട് ചോദിക്കണം, മോനെ അവര് വരുന്നത് എന്തുകൊണ്ടാണ്?
മോന് എന്തെങ്കിലും അതായിട്ട് തോന്നുന്നുണ്ടോ? പിന്നെ ഈ പറഞ്ഞ പോലെ കുട്ടികളെ ഈ പറഞ്ഞ ഫോൺ കാട്ടിയും ഫോണിൽ എന്തെങ്കിലും ഇത് ചെയ്തു, കാരണം ഇവർക്ക് ചിലപ്പോൾ കൈ കിട്ടാത്ത സാധനങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും അവർ അതിൽ നിന്ന് പോകും. അവൻ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, കുട്ടികൾ ആദ്യം, അതായത് ഇപ്പൊ ഇത് കേൾക്കുന്ന കുട്ടികളുണ്ടാവും, കുട്ടികളോട് ആദ്യം പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൃഗങ്ങളെ പോലെയല്ല ഒരു കാര്യമല്ലേ, നമുക്ക് ഇതിനൊരു സിസ്റ്റം ഉണ്ട്. ചില ആൾക്കാർ മൃഗങ്ങളെ പോലെ പെരുമാറുന്നുണ്ട്, മനുഷ്യരാണെങ്കിൽ പോലും മൃഗങ്ങളെ പോലെ പെരുമാറുന്നവരുണ്ട്. കാരണം അവർക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഈ ഏതൊരു കാര്യത്തിനും അത് എങ്ങനെയാണ് ഇത് എങ്ങനെയാണ് അതിനെ കൊണ്ടുപോകേണ്ടതെന്നുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിൽ നമുക്കൊരു മാറ്റം വന്നു തുടങ്ങുമ്പോൾ ഓക്കെ, ഓരോ ഓപ്പോസിറ്റ് സെക്സിനോട് നമുക്കൊരു അട്രാക്ഷൻ ഉണ്ട്. അത് നമ്മുടെ ഒരു പ്രായത്തിൻ്റെതാണ്. ഈ പ്രായത്തിൽ നമ്മൾ അതിനെ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളത് ഒരു ഒന്നാമത്തെ ഫാക്റ്റാണ്. കാരണം ഈ ഭാഗം ആ ഒരു സിറ്റുവേഷനിൽ നമ്മളൊരു നല്ല രീതിയിൽ നമ്മൾ ആ ഒരു സംഭവത്തെ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഇതാവും. ഇനിയിപ്പോൾ ഈ ജീവിതം പോയി അതായത് ഇപ്പോൾ ഇൻ കേസ് നമ്മുടെ ലൈഫിൽ നമ്മൾ ചിന്തിക്കാത്ത സംഭവം ഒന്നും നടക്കില്ല, എല്ലാം ഓക്കെ ആയിട്ട് ലൈഫ് പോകുമെന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നമ്മുടെ ചുറ്റിന് കഴുകന്മാർ നിൽക്കുന്ന സാഹചര്യമാണ്. അതിപ്പോൾ പെൺകുട്ടികൾക്ക് മാത്രമല്ല, കുഞ്ഞ് ആൺകുട്ടികൾക്ക് പോലും സുരക്ഷിതത്വം ഇല്ല ഈ ലോകത്ത്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇപ്പം നമുക്കൊരു നമ്മുടെ ശരീരത്തിൽ നമ്മൾ അനുവാദമില്ലാതെ സ്പർശിച്ചു, നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് തന്നെ ഇരിക്കട്ടെ. ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കൊരിക്കലും നമ്മുടെ ജീവിതം നശിപ്പിച്ചല്ല, ഇതും കടന്നു പോകും ഇല്ലേ, ഈ ഒരു സിറ്റുവേഷനും കടന്നു. ഇത് ബാക്കി കേസ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു വഴി മാത്രമാണ്. ബാക്കി നമ്മുടെ ലൈഫ് നമ്മൾ മുമ്പോട്ട് തന്നെ പോവുക. അപ്പം നമുക്ക് തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വീണു ഇല്ലേ, ഒരിടത്ത് വീണ് കഴിയുമ്പോൾ എന്ത് പറ്റും, നമുക്ക് ഒരു മുറിവുണ്ടാവും. ആ മുറിവ് തന്നെ നോക്കി എന്ന് ഊതിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും, മുറിവ് ഉണങ്ങുമോ? ഒരിക്കലും ഉണങ്ങത്തില്ല. നമ്മൾ അതിനെ എന്ത് ചെയ്യണം, നമുക്ക് അതിന് മുറിവ് വെച്ച് കെട്ടി ഉണങ്ങാൻ ഒരു സമയം എടുക്കില്ല. ഒരു സമയമുണ്ട്. ഏതൊരു മുറിവാണെങ്കിലും, മനസ്സിന് പറ്റിയ മുറിവാണെങ്കിലും ശരീരത്തിന് പറ്റിയ മുറിവാണെങ്കിലും അതിനൊരു ടൈം എടുക്കും. ആ ടൈം നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോവുക. ചിലപ്പോൾ അതിന് ചുറ്റിനുള്ളവരും ബാക്കിയുള്ളവരും ഹെൽപ്പ് ചെയ്യുക തന്നെ വേണം. പക്ഷെ നമ്മൾ ഇത്രേ ചിന്തിക്കേണ്ടതുള്ളൂ. ഇപ്പോൾ കുട്ടികൾക്ക് മാക്സിമം നമ്മൾ തന്നെ സംരക്ഷിക്കുക. ഇപ്പം ഞാൻ പറയുകയാണ് അടുത്തുള്ള വീട്ടുകാരെ നോക്കിയിരുന്നെങ്കിൽ ശരിയാവുമായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഉത്തരവാദിത്വം. അവർ നമുക്ക് ബ്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ ശരീരം നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പം ഒരു ജസ്റ്റ് എക്സാമ്പിൾ, എൻ്റെ ശരീരത്തിൽ ഒരാൾ അൺവാണ്ടഡായിട്ട്, അതായത് എൻ്റെ അനുവാദമില്ലാണ്ട് ടച്ച് ചെയ്തു തന്നെ വിചാരിക്കുക, നമ്മൾ അപ്പം തന്നെ റിയാക്ട് ചെയ്യുക. ഏതൊരു കുട്ടിയോടും ഏതൊരു അമ്മയും ഏതൊരു അച്ഛനും പറഞ്ഞു കൊടുക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, മോൻ്റെ അനുവാദമില്ലാതെ മോൻ്റെ ശരീരത്തിൽ ആരെങ്കിലും തൊട്ടാൽ, അതായത് ഇപ്പം നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു ബന്ധു വന്ന് നമ്മൾ ടച്ച് ചെയ്തു, ഒരു പ്രാവശ്യം ടച്ച് ചെയ്തപ്പോൾ എന്ത് പറ്റും, നമ്മൾ എന്ത് ചെയ്യും, ബന്ധുവാണെന്ന് വിചാരിച്ച് മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും? അനീഷയുടെ അഭിപ്രായത്തിൽ എന്താ തോന്നുന്നത്? അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ റിജക്ട് ചെയ്യാൻ വേണ്ടി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അതായത് ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എല്ലാ ആൾക്കാരും എന്തുകൊണ്ട് അങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും ഇതിന് ചിലപ്പോൾ ഏത് രീതിയിൽ എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി പറ്റില്ല. അപ്പം എല്ലാവരും നമ്മൾ നല്ലവരായിട്ട് കണക്കാക്കാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ചിലപ്പോൾ വിചാരിക്കാത്ത ആൾക്കാരായിരിക്കും നമ്മുടെ കുട്ടീനെ തൊട്ടു, അല്ലെങ്കിൽ നമ്മുടെ കുട്ടി അവരെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ വിചാരിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, കുട്ടിയോട് പറയേണ്ട ഒറ്റ കാര്യമുള്ളൂ. ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോയിൽ പറഞ്ഞോളൂ, നമ്മൾ ഗുഡ് ടച്ച് ബാഡ് ടച്ചിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ പോലും തൊടുമ്പോൾ കുട്ടിക്ക് തോന്നുവാണ് എനിക്ക് അവിടെ തൊടുന്ന എനിക്ക് എന്തോ ഇറിറ്റേഷൻ ആവുമെന്ന് തോന്നിയ കുട്ടി അവിടെ നോ പറയണമെന്ന്. നമ്മൾ അത് ശീലിപ്പിക്കുക തന്നെ ചെയ്യണം. നമ്മൾ ഈ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കളിപ്പിക്കുന്നത് ചിലപ്പോൾ ആ രീതിക്കായിരിക്കും, ചുമ്മാ ചെറിയ പ്രായത്തിൽ അങ്ങനെ കളിപ്പിക്കാനും പാടില്ല. അതുപോലെ ചീത്ത വിളിക്കുന്നതായാലും എന്തായാലും ആ കുഞ്ഞുങ്ങൾ അത് കണ്ടാണ് അത് കേട്ടാണ് വളരുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ തമാശയ്ക്ക് പോലും ബാഡ് ടച്ച് ആയിട്ട് സ്വന്തം അമ്മയെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം പേരൻസിനോട്. ഇപ്പം അത് സിംഗിൾ ഫാദർ ആയിരുന്നു നോക്കി അത് പോട്ടെ, പക്ഷെ നമ്മൾ വേറൊരു കാര്യം കൂടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടിക്ക് ഒരു 1.5 വയസ്സാകുമ്പോൾ തന്നെ കുട്ടീനെ മാറ്റിക്കിടാൻ ശ്രമിക്കുക. കുട്ടി നമ്മൾ ഓർക്കും ഈ 1 വയസ്സായ 2 വയസ്സായ കുട്ടിക്ക് എന്തറിയാനാണ്, നമ്മൾ വീട്ടിൽ ഒരുമിച്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് കിടക്കുന്ന സമയത്ത് കുട്ടി ഉറങ്ങിയ സമയത്ത് നമ്മളൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഏർപ്പെട്ടാൽ തന്നെ കുട്ടി എന്തറിയാനാണെന്ന് നമ്മൾ വിചാരിക്കും അല്ലേ? അങ്ങനെ വിചാരിക്കുന്നവരായിരിക്കും 99%. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കുട്ടികൾ എപ്പോഴും ഒരു സ്പോഞ്ച് പോലെയാണ്. സംതിങ് ഇവർ എപ്പോഴും അവെയറായിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. കാരണം അവർ ചിലപ്പം എന്തോ അച്ഛനും അമ്മയും ആ സമയത്ത് എന്തോ ഉണ്ട് എന്നുള്ളൊരു തോട്ട് വരും. കാരണം അവരത് ഭയങ്കരമായിട്ട് അവെയറായിട്ടിരിക്കും. അതും ഈ പറഞ്ഞ ഒരു ഡ്രോമയായിട്ട് മാറും. പിന്നെ ഈ ഒരു പ്രായം കഴിയുമ്പോൾ കുട്ടികൾക്ക് അതെന്താണെന്ന് അറിയാനുള്ളത്, അതിനെ അന്വേഷിക്കുക. അതേപോലത്തെ എന്തോ സംഭവം കിട്ടുമ്പോൾ ഇത് അച്ഛനും അമ്മയും ഇതൊന്നും ഒരു തെറ്റല്ല എന്നൊരു തോന്നലുണ്ടാക്കാനുള്ള
ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് അതിന്റെ യഥാർത്ഥ മീനിങ് മനസ്സിലായിട്ടുണ്ടോ എനിക്കറിയില്ല. അതിന് അങ്ങനെ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 1.5 വയസ്സ് കഴിയുമ്പോൾ തന്നെ കുട്ടികളെ നമ്മൾ മാറ്റിക്കിടത്താം, മാക്സിമം മാറ്റിക്കിടത്താൻ ശ്രമിക്കുക. നമ്മളുടെ ഇടയ്ക്ക് നമ്മുടെ ഒരു എന്തുണ്ടാവണം, ശ്രദ്ധ ഉണ്ടാവണം മാത്രം. കുഞ്ഞിനെ മാറ്റി കിടത്തിയിട്ട് വേറെ റൂം കൊടുത്തിട്ട് അവിടെ നമ്മൾ പോയി കിടക്കണം. മനസ്സിലായി? അതായത് നമ്മളിപ്പോ നമ്മുടെ കൂടെ അല്ലേ കുഞ്ഞ് കിടക്കുന്നതെന്ന് വെച്ചോ, എന്നിട്ട് ഒരു 1.5 വയസ്സാകുമ്പോ കുഞ്ഞിനെ സെപ്പറേറ്റ് മാറ്റി കിടത്തിയിട്ട് ഒറ്റയ്ക്ക് ആദ്യമേ കിടത്തണമെന്നല്ല, ജസ്റ്റ് പാരന്റ്സ് ജസ്റ്റ് ഇപ്പൊ ഒരു ദിവസം സപ്പോർട്ട് ഇട്ട് കിടന്ന് അങ്ങനെ മെല്ലെ ചിലപ്പോൾ പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് വിസിബിൾ ആയിട്ട്, അതായത് കുട്ടി നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവണം, നമ്മുടെ ശ്രദ്ധ ഉണ്ടാവണം. പക്ഷെ കുട്ടീനെ നമ്മൾ പതുക്കെ മാറ്റണം. അതായത് ഈ പറഞ്ഞ കുട്ടികളുടെ കട്ടിലുകളൊക്കെ കിട്ടും, ഈ പറഞ്ഞ ബൊമ്മയും കാര്യങ്ങളൊക്കെ. പക്ഷെ കുട്ടികൾ ഒരിക്കലും പേടിക്കില്ല. നമ്മൾ ഇടയ്ക്ക് പോയി നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഈ പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ എന്തുകൊണ്ടാണ് കുട്ടികളെ നേരത്തെ തന്നെ സെപ്പറേറ്റ് മാറ്റിക്കുന്നത്? അതൊരു ബേസിക് മാനേഴ്സ് ആണ്, ബേസിക് രീതിയാണ്. നമ്മുടെ ഇവിടെ എപ്പോഴും കുട്ടികളെ പാമ്പർ ചെയ്യുന്ന ഒരു രീതിയാണ്. ആ പാമ്പറിങ് ചെയ്യുന്നതോട് കുറ്റമൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ പാമ്പർ ചെയ്യുന്നതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ പുറത്ത് നമ്മൾ ഭയങ്കരമായി ഹൈഡ് ചെയ്യും, പക്ഷെ ചില സിറ്റുവേഷനിൽ നമ്മളത് തുറന്ന് കാണിക്കുകയും ചെയ്യും. അപ്പോൾ കുട്ടികൾക്ക് ഇതിന്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ടാവും, സ്വാഭാവികമാണ് അല്ലേ? ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരു കുട്ടി ആദ്യം കയറി വരികയാണ്, നമ്മൾ പെട്ടെന്ന് അതിന് നമ്മൾ അവിടെ മുമ്പിൽ നമ്മൾ പെട്ടെന്ന് പാനിക്കാവുകയും ചെയ്യരുത്. ഇപ്പൊ ഏതെങ്കിലും ഒരു അൺയൂഷ്വൽ സിറ്റുവേഷനിൽ കുട്ടി കാണുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ പോലും അതൊരിക്കലും നമ്മൾ ആ കുട്ടീനെ നമ്മൾ എന്ത് ചെയ്യരുത്, അയ്യോ നമ്മൾ ആ കുട്ടി ഇതായിട്ട് കണ്ടു എന്നുള്ള രീതിയിൽ നമ്മളും അവരുടെ മുമ്പിൽ പാനിക്കാവരുത്. അതിനെ അതിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുക ചെയ്യേണ്ടത്. അപ്പം ഈ കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഒരു മിത്തായ ധാരണയും ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിലേക്കും കൊണ്ടുപോയി ചെല്ലാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് അങ്ങനെ ആ ക്യൂരിയോസിറ്റി വരുന്നതനുസരിച്ചാണ് എന്ത് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പുതിയൊരു അനുഭവമായി പിന്നീട് ഒരു അവസരത്തിൽ കിട്ടുമ്പോൾ കുട്ടികൾക്ക് അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും മനസ്സിലാക്കാത്ത പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്കായിരിക്കും പോകുന്നത്. അപ്പൊ അതാണ് ഈ പറഞ്ഞ പോലെ പിന്നീട് എപ്പോഴെങ്കിലും കുട്ടിക്ക് പിന്നെ ഇതൊരു ആവർത്തന വിരസത വരുന്ന സിറ്റുവേഷനാണ് കുട്ടിക്ക് ഇത് ശരിയല്ല എന്ന് തോന്നി തുടങ്ങുന്നത്. അപ്പോഴായിരിക്കും കുട്ടികൾ പുറത്തോട്ട് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വേണ്ട, ഇത് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ലൈഫിൽ വരും. പക്ഷെ നമ്മൾ ആ സിറ്റുവേഷൻ എങ്ങനെ കൊണ്ടുപോകണമെന്നും നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ശരീരം നമ്മളെ തന്നെ, അതായത് നമ്മുടെ ശരീരം നമ്മൾ തന്നെയാണ് സൂക്ഷിക്കേണ്ടത്, നമ്മൾ എങ്ങനെയാണ് അതിനെ കാത്തുകൊള്ളേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ കറക്റ്റായിട്ട് പറയാം. പിന്നെ ഏതൊരു പേരൻസും എങ്ങനെയായിരിക്കണം, ഫ്രണ്ട്ലി ആയിരിക്കണം. അല്ല, ഫ്രണ്ട്ലി ആയെന്നല്ല, ഒരു ഫ്രണ്ട് ആവണം. ഏറ്റവും ഫസ്റ്റ് ഫ്രണ്ട് ആവേണ്ടത് കുഞ്ഞുങ്ങൾക്ക് എന്തും പറയേണ്ട ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവണം. പണ്ടത്തെ പേരൻസിനെ പോലെ കിടന്ന് ഒച്ച വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മക്കളൊന്നും എന്താ പറയാ അവരെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. എന്തായാലും ഈ പറഞ്ഞ പോലെ വയനാട് നടന്ന സംഭവം വലിയൊരു ദുഃഖകരമാണ്. ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കട്ടെ. എന്തായാലും എല്ലാവരും ഈ പറഞ്ഞ പോലെ പേരൻസ് ആയാലും എല്ലാവരും കുട്ടികൾക്ക് സെക്സ്വൽ എഡ്യൂക്കേഷൻ കൊടുക്കണം. അത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ് അത് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ സിംഗിൾ പാരന്റ് അല്ലെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ ഇല്ലാത്ത മക്കളുണ്ടെങ്കിലും അത് അധ്യാപകരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കുട്ടികളെ എല്ലാവരും ശ്രദ്ധിക്കണം. ഇപ്പോൾ സ്വന്തം മക്കളെ പോലെ തന്നെ അവരെ കണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം. അവരെ ഇപ്പോൾ അനാവശ്യമായിട്ട് ഏതെങ്കിലും സ്ഥലത്ത് കാണുകയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കൂടെ നിൽക്കുന്നത് കണ്ടാലും സദാചാരം ചമയുക എന്നുള്ള ഉദ്ദേശത്തോടെ അല്ല. നമുക്കറിയാം തെറ്റാണോ ശരിയാണോ എന്ന് നമ്മുടെ മനസ്സിൽ തോന്നിയാൽ അതിനെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ വേണ്ടി നമുക്കും സമൂഹത്തിനും സാധിക്കണം. ഇപ്പം അങ്ങനെ ഒരു ഇൻസിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയും അവർ പിന്നെയും നമ്മുടെ സമൂഹത്തിലൂടെ ജീവിക്കേണ്ട ഒരു സാഹചര്യം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ അനാവശ്യമായിട്ട് നമ്മൾ അതിനെ ഭയങ്കരമായിട്ട്, അതായത് ഇപ്പോൾ ഒരു ഏരിയയിൽ ഇപ്പോൾ അറിയാന്ന് വെച്ചാൽ ഒരു നാട്ടിലറിഞ്ഞു, അപ്പോൾ ആ നാട്ടിൽ അതൊരു ഭയങ്കരമായ ഒരു ചർച്ചാ വിഷയത്തിലേക്ക് പോകുമോ, അതിനെ ആ കുട്ടിയുടെ കേക്ക്, അതായത് അവളുടെ അമ്മ പോയത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവൾ ഒറ്റയ്ക്കായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു എന്നുള്ള ആ ഒരു കുറ്റപ്പെടുത്തൽ, അതായത് ഫാമിലിയിലെ ഭയങ്കരമായി ചവിട്ടി താഴ്ത്തുന്ന രീതിയിലും അങ്ങനെ, അതായത് കുട്ടിക്കൊരു ഒരു അൺസെക്യൂർ ആയിട്ടുള്ള കാര്യം നമ്മൾ പറയാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. കുട്ടിയെ ഞാൻ ഉദ്ദേശിച്ച് ആരൊക്കെയാണെങ്കിലും സംഭവിച്ചു കഴിയുമ്പം നമ്മളത് പിന്നെയും കുത്തി പറയുമ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിലൊന്നും നടക്കില്ല, നമ്മുടെ വീട്ടിൽ നമ്മൾ രണ്ടുപേരും, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ചാണ് താമസിക്കുന്നത്, നമ്മൾ കുട്ടികൾക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചാലും ചിലപ്പോൾ നമ്മുടെ കുട്ടികൾക്കും ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത സമയത്ത് ഇതൊക്കെ സംഭവിക്കാതിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടിയെ പോലെ തന്നെ നമുക്ക് ചുറ്റിനുള്ള എല്ലാവരെയും കാണാൻ നമ്മൾ ശ്രമിക്കുക.